എന്നത്തെയും പോലെ ഇന്നും കുറച്ച് വീട്ടിലെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ മുരിങ്ങയില കൊണ്ട് ദോശയും വെള്ളയപ്പം നമ്മൾ ചെയ്യാറില്ല, അതുപോലെ തന്നെ മുരിങ്ങയിലയുടെ അപ്പവും പിന്നെ ഉച്ചത്തേക്ക് നല്ല ഉള്ളിത്തീയലും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം. നാരങ്ങ പിടിച്ചെന്ന് അതെന്തുവാ? അതെന്താ സപ്പോർട്ട് അല്ല, മുള്ളാത്തെ മുള്ളാത്ത ശരിയാ, രണ്ടെണ്ണം ഉണ്ടല്ലേ. രാവിലെ ഞാനും തേജുവും കൂടെ അങ്ങോട്ട് ഇറങ്ങി കേട്ടോ, പച്ചമുളക് പിച്ചാനാണ്. അപ്പോൾ 2-3 മുള്ളാത്തയൊക്കെ പിടിച്ചെന്ന് പറഞ്ഞ് വലിയ 2 ചെറുതൊരെണ്ണം കൂടെ കേട്ടോ. പക്ഷേ ആദ്യമായിട്ട് പിടിക്കുകയാണ് മുള്ളാത്ത. 2-3 മരം കൊണ്ടുവച്ചിട്ടുണ്ട്, മരമല്ല തൈ കൊണ്ട് വെച്ചിട്ടുണ്ട്, ഇപ്പം മരമായി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് കുറച്ച് കിട്ടിയായിരുന്നു, നേരത്തെ നട്ടതാണ്. ഈ പ്രാവശ്യം കുറേ തൈകളൊന്നും ഞങ്ങൾ നട്ടില്ല കേട്ടോ, ഭയങ്കര വെയിലല്ലായിരുന്നു അതുകൊണ്ട്. അപ്പോൾ കുറേ പച്ചമുളക് കിട്ടി ഞങ്ങൾക്ക് കേട്ടോ. കഴിച്ചു നോക്കിയല്ലേ? കഴിച്ചു നോക്ക്, ഇനി അടുത്ത മഴ ഇപ്പോൾ വരും. വേണ്ട, ആ കൊല നോക്ക്, വേണ്ട കുഞ്ഞു കൊല. പരാജയപ്പെട്ടു. ഇതെന്ത് ചെടിയാ ഇത്? സപ്പോർട്ടിക്കാണ്. അപ്പോൾ കുറച്ച് പച്ചമുളക് കിട്ടി കേട്ടോ, തേങ്ങയൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ പച്ചക്കറിയുടെ തൈയൊന്നും നട്ടില്ല, ഭയങ്കര വെയിലല്ലായിരുന്നു അതുകൊണ്ട് നട്ടില്ല. അപ്പോൾ ഇന്ന് രാവിലെ മുരിങ്ങയിലയുടെ ദോശയാണ് കേട്ടോ. കുറച്ച് മുരിങ്ങയിലേ കിട്ടുള്ളൂ. മുരിങ്ങയില ഇനിയിപ്പോൾ ഒരു മാസത്തേക്ക് നമുക്ക് മുരിങ്ങയില എടുത്തുവിടല്ലോ, കർക്കിടക മാസം തുടങ്ങുമല്ലേ, അടുത്ത ആഴ്ചയിൽ കർക്കിടക മാസം തുടങ്ങുവാണ്. അപ്പോൾ ഒരു മാസത്തേക്ക് മുരിങ്ങയില എടുത്തുവിടാന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വല്ലാത്തൊരാഗ്രഹമാണ് മുരിങ്ങയില കഴിക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ അതിന് മുമ്പുള്ള ഒരാഴ്ച അങ്ങ് മുരിങ്ങയില കുറേ എടുത്തിട്ട് ദോശ അങ്ങോട്ട് ചെയ്യും, അപ്പം ചെയ്യും, പിന്നെ തോരൻ ചെയ്യും, പിന്നെ വെറുതെ വറ്റൽമുളക് അങ്ങോട്ട് കടുവറുത്തിട്ടിട്ട് തേങ്ങയൊന്നും ഇടാതെ ഒന്ന് വേവിച്ചെടുക്കും, പിന്നെ കറി ചെയ്യും, പിന്നെ ഇഡ്ഡലി പോലെ ചെയ്യും. അങ്ങനെ കുറേ ചെയ്യുമ്പോഴത്തേക്ക് ഇവരൊന്ന് പറഞ്ഞോളൂ മടുത്തമ്മ എന്ന് പറയും. പിന്നെ ഒരു മാസത്തേക്ക് കർക്കിടക മാസത്തെ നമുക്ക് എടുക്കുകയേ വേണ്ട. അത് കഴിയുമ്പോഴത്തേക്ക് ഈ മുരിങ്ങയെല്ലാം നല്ലതുപോലെ കിളിച്ച് വരും. ഈ ഒരു മാസം കൊണ്ടാണ് മുരിങ്ങയിലയൊക്കെ നല്ല സൂപ്പറായിട്ട് ഒത്തിരി അങ്ങോട്ട് കിളിച്ച് വരുന്നത് കേട്ടോ. ഇപ്പം മുരിങ്ങയില കുറവായിരിക്കും, ഉള്ളത് പിച്ചിക്കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ പച്ചരി കുതിർത്തിട്ടിട്ട് ഞാൻ 2 നാഴി പച്ചരിയാണ് ഇട്ടിരിക്കുന്നത്. പച്ചരി കുതിർത്ത് അതിൻ്റെ കൂടെ തേങ്ങ, പിന്നെ വറ്റൽമുളക്, മഞ്ഞൾപ്പൊടി, കായം, ഉപ്പ് ഇത്രയും കൂടെ നല്ലതുപോലെ അരച്ച് നമ്മൾ അന്നേരം തന്നെ മുരിങ്ങയില ഇട്ട് നമുക്ക് ദോശ എടുക്കാം. ചൂടോടെ കഴിക്കണം കേട്ടോ. പിന്നെ ചിലവരാണെങ്കിൽ ഒരു പിടി ചോറും കൂടെ അരയ്ക്കും കേട്ടോ, നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടി. പക്ഷേ ഞാൻ അരയ്ക്കാറില്ല, എന്ന് വെച്ചാൽ ഇളകി ചിലപ്പം അത് നല്ലതുപോലെ വരത്തില്ല. പക്ഷേ ഈ പ്രാവശ്യം മാവ് തലേന്ന് തന്നെ അരച്ച് വെച്ചു. നമ്മൾ അപ്പത്തിനൊക്കെ അരയ്ക്കത്തില്ലേ, പച്ചരിയും അതേ അളവിൽ തന്നെ തേങ്ങയും പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ അരച്ച്, പഞ്ചസാര ഇട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പത്തിന് നമ്മൾ പഞ്ചസാര ഇടും, ഇതിന് ഇട്ടില്ല. എന്നിട്ട് എല്ലാം കൂടെ ഇട്ട് നല്ലതുപോലെ കലക്കി വെച്ച് ഞാൻ കേട്ടോ. പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് നല്ലതുപോലെ പുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ദോശയും ചുട്ട്, ദോശ നല്ല സൂപ്പർ ദോശയായിരുന്നു കേട്ടോ. കുറച്ച് അപ്പത്തിനൊക്കെ പുളിക്കുന്നതിൽ കുറച്ച് പുളി ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റ്, നല്ല സോഫ്റ്റായിട്ട് കിട്ടി. അതുപോലെ തന്നെ ഞാൻ അപ്പച്ചട്ടിയിൽ ഈ മാവെടുത്ത് ഒഴിച്ച് അപ്പം പോലെ ചുട്ടപ്പോഴത്തേക്ക് നല്ല അടിപൊളി അപ്പമായിട്ട് വന്ന്. പക്ഷേ നമുക്ക് തിരിച്ചിടണമെന്നേ ഉള്ളൂ, മറ്റേ അപ്പത്തിന് സാധാരണ നമ്മൾ തിരിച്ചിടത്തില്ലല്ലോ. ഇത് പക്ഷേ തിരിച്ചിട്ടൊന്ന് ഒന്നുകൂടെ ചുട്ടെടുക്കണമെന്നേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റ്. ഇവിടെ എല്ലാവർക്കും അപ്പമാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. അപ്പോൾ ഇനി മുരിങ്ങയില ഇങ്ങനെ മാവ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ അപ്പവും ചുടാം, ദോശയും ചുടാം. എന്നൊരു സംഗതി എളുപ്പം ജോലിയും തീരും, നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല സൂപ്പർ മുരിങ്ങയില ദോശയും കിട്ടും നമുക്ക്. അപ്പോൾ ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറികളൊന്നും ഇവിടെ ചെയ്യാറില്ല. നമ്മൾ ഈ പപ്പടമൊക്കെ വറുത്ത എണ്ണയുണ്ടല്ലോ, അതാണ് തൊട്ട് കഴിക്കുന്നത്. പിന്നെ ഇഷ്ടമുള്ളവർക്ക് ചമ്മന്തിയോ മുളകോ എന്തെങ്കിലും ചെയ്യാം. പിന്നെ തേജു ഇവിടെ ചെയ്തത് സവാള
ചോപ്പറിനകത്ത് ചോപ്പ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ കൂടെ ഇച്ചിരി മുളക് പൊടിയും പിന്നെ ഇച്ചിരി ഉപ്പും പിന്നെ വെളിച്ചെണ്ണയും കൂടെ ചാലിച്ച് എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കും. എന്നിട്ട് അതാണ് അവൻ ചെയ്തത്. അവനെപ്പോഴും സവാള വേണമെന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ അതെല്ലാവർക്കും കൂടെ അവനങ്ങ് ചെയ്തു. 16 വയസ്സുള്ളൂ മോന്. പിന്നെ ഇന്നലത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു കേട്ടോ, ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചായിരുന്നു. അപ്പോൾ തേജു അത് പഴഞ്ചോറ് ഇങ്ങനെ പിഴിഞ്ഞ് ഇച്ചിരി സവാളയും പച്ചമുളകും എല്ലാം കൂടെ ഇടിച്ച് ഉപ്പും പഴഞ്ചോറും പിന്നെ അതിൻ്റെ കൂടെ ഇച്ചിരി തൈരൊക്കെ അങ്ങോട്ടിട്ട് പഴഞ്ചോറും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുരിങ്ങയില ദോശയും ഈ പഴഞ്ചോറും കൂടാണ് ഇന്നത്തെ രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഉച്ചത്തേക്ക് ഞാൻ ഉള്ളിത്തീയലാണ് ചെയ്തത്. കുറേ ചെറിയ ഉള്ളി, കുഞ്ഞുള്ളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, സവാളയല്ല. പിന്നെ ശീമച്ചക്കയുടെ ഒരു കഷ്ണം ഉണ്ടായിരുന്നു, അപ്പോൾ അതും പിന്നെ 2-3 വഴുതനങ്ങയും കൂടി ഇട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ തേങ്ങയും മല്ലിയും പിന്നെ ഉലുവ സാമ്പാർ പരിപ്പ് എല്ലാം കൂടി വറുത്ത് മുളക് പൊടിയെല്ലാം കൂടി ചേർത്ത് വറുത്തങ്ങോട്ട് വെച്ച്. എന്നിട്ട് സലാഡ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു നാരങ്ങ കഷ്ണം കൂടെ സലാഡിനോട് പിന്നെ നമ്മൾ തേങ്ങാപ്പാലൊഴിച്ച് ഓലനും കൂടെ ഉണ്ടായിരുന്നു. ഓലനല്ല, പാവയ്ക്ക, ചേമ്പ്, പിന്നെ ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, ഇത്രയും കൂടെ അച്ചിങ്ങപ്പയറും കൂടെ ഇട്ടാൽ ഇത്രയും കൂടെ വേവിച്ചിട്ട് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് പിന്നെ കായവും വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ടാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാകും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയുള്ളൂ. എല്ലാവരും കണ്ട് ലൈക്കും കമൻറ്റും ചെയ്യണം. അപ്പോൾ നാളെ കാണുന്നത് വരെ ദേ പോയി നാളെ വരാം.